ഭാഗം 2 ഒരു കോട്ടബിൾ കോട്ട് പറഞ്ഞത് ഡങ്കൻ കാംബെൽ DUNCAMBELL അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, there is no easy way to victory. The highest values in life must be fought for and won. മലയാളത്തിൽ സരളമാക്കി പറയട്ടെ, വിജയത്തിലേക്ക് പരിശ്രമം ആവശ്യമില്ലാത്ത ഒരു കുറുക്കുവഴിയും ഇല്ല. ജീവിതത്തിലെ വലിയ നേട്ടങ്ങൾ മൽപ്പിടുത്തം നടത്തി ജയിച്ചെടുക്കേണ്ടതാണ്. പാർട്ട് 3 സന്ദേശം. ഇന്നത്തെ സന്ദേശം, നിങ്ങൾക്ക് ഒരു വിജയിയായി തീരുവാൻ ഇതാ ചില ചുവടുകൾ, സം സ്റ്റെപ്സ്. ബിലീവ്. നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾക്കൊരു വിശ്വാസം വേണം. ഞാനൊരു വിജയിയായിട്ട് ജീവിക്കും. ഞാൻ പരാജയമായി ആണെന്നല്ല, വിജയിയാണ്. നിങ്ങൾ ജനിച്ചത് പരാജയത്തിലായിരിക്കാം, ദാരിദ്ര്യത്തിലായിരിക്കാം, കഴിവില്ലായ്മയിലായിരിക്കാം, പരിഹാസത്തിലായിരിക്കാം. പക്ഷെ നിങ്ങൾ അങ്ങനെ ആയിരിക്കുവാൻ വിസമ്മതിക്കുക. നിങ്ങൾ വീണ്ടും ജനിച്ചത് വിജയിക്കാനാണ്. കാരണം നിങ്ങൾ സർവശക്തനായ ദൈവത്തിൻ്റെ മകനാണ്. കിങ്സ് കിഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇഫ് സോ യു മസ്റ്റ് വിജയിക്കണം. നിങ്ങൾ തീർച്ചയായിട്ടും വിജയിച്ചിരിക്കണം. ജനിച്ചന്ന് മുതൽ തോൽവിയായിരിക്കാം, പാപമായിരിക്കാം, പരാജയമായിരിക്കാം, കഷ്ടമായിരിക്കാം, നഷ്ടമായിരിക്കാം. പക്ഷേ ദൈവം നിങ്ങളെ ദത്തെടുത്തത് മൂലം നിങ്ങൾ വിജയിയായി ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഇതാ യേശു പറഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ഞാൻ യാത്രയിലാണ്. ഈ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പുറകിലുള്ള ഫോട്ടോകളൊക്കെ, അല്ലേ? ഞാൻ വേറൊരാളുടെ ഒരു വീട്ടിലാണ്. ലില്ലി ഈ സമയത്ത് എറണാകുളത്താണ്. ഞാൻ വായിക്കട്ടെ 2 മുതലുള്ള വാക്യങ്ങൾ. യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ചു. വരുവാനുള്ളവൻ നീയോ? ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായി തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ. എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ പോയ ശേഷം യേശു യോഹന്നാനെ കുറിച്ച് പുരുഷാരത്തോട് പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അല്ല, എന്ത് കാണുവാൻ പോയി? മാർദ്ദവസ്ത്രം ധരിച്ച ഒരു മനുഷ്യനെയോ? മാർദ്ദവസ്ത്രം ധരിക്കുന്നവൻ രാജഗ്രഹങ്ങളിലല്ലോ. അല്ല, എന്തിനു പോയി? ഒരു പ്രവാചകനെ കാണുവാനോ? അതെ, പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതിപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ. സ്ത്രീകളിൽ വെച്ച് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. 11 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ആയിരിക്കുന്ന നിലയിൽ ആയിരിക്കുവാൻ വിസമ്മതിക്കുക. അടിവരയിട്ട് കേൾക്കണം കേട്ടോ. നിങ്ങളുടെ സ്വപ്നം, ഒരു സ്വപ്നം നിങ്ങൾക്കുണ്ടോ? അതിന് നിറം മാറ്റി കൊടുക്കാം. സ്വപ്നം മാറ്റണമെന്നില്ല, സ്വപ്നം കളയാം. എൻ്റെ ഇളയ മോന് ആഗ്രഹം, അവന് കൊച്ചുനാൾ 3-4 വയസ്സുള്ളപ്പോൾ എൻ്റെ ആഗ്രഹം ഒരു കാർട്ടൂണിസ്റ്റ് ആകണമെന്നായിരുന്നു. ഞാൻ അതിന് മദ്രാസിലുള്ള ഒരു ബൈ പോസ്റ്റ് പഠിപ്പിക്കുന്ന ഒരു കാർട്ടൂൺ സ്കൂളിൽ അവനെ ചേർത്തു. പക്ഷേ അതിനകത്ത് അവന് ഇൻട്രസ്റ്റ് വന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു ക്രിസ്ത്യൻ സിനിമ കണ്ടു. അവൻ കണ്ടു ഓടുന്ന ഒരുത്തനെ, അല്ലേ ഒയ്യോ, ഗോൾഡൻ ചാരിയറ്റ്. അവനും വിചാരിച്ചാണ് ഓടുന്നവന്. പിന്നെ നടക്കുന്ന എല്ലാം ഓട്ടമായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് ഓടുന്നു, ഇവിടുന്ന് അങ്ങോട്ട് ഓടുന്നു. ഞങ്ങൾ വാടക വീട്ടിൽ താമസിക്കുകയാണ്, ഓടുന്നു. അത് കഴിഞ്ഞപ്പോൾ കണ്ട ഒരാൾ, ഒരു ക്രിസ്ത്യൻ സിനിമയാണ്, ഒരാൾ തോക്കെടുത്ത് വെടിവെക്കുന്നു. അവൻ പറഞ്ഞു, ഞാനും തോക്കെടുത്ത് വെടിവെക്കും. ഞാൻ തോക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തു, മസ്കറ്റിൽ നിന്നൊരു തോക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. അതിനകത്ത് ഉണ്ടയൊന്നുമില്ല, ഒരു ലേസർ ബീമാണ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവനൊരു സ്വപ്നം ഉണ്ടായി, എനിക്കൊരു കമ്പ്യൂട്ടർ ടെക്നീഷ്യനായി തീരണം. പക്ഷേ അവനത് സാധിച്ചില്ല. ഇന്ന് അവൻ ഫൈനാൻസ് ഓഫീസറാണ്. നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടായിരിക്കണം, അതിന് നിറം മാറ്റിയെടുക്കാം കേട്ടോ. ചിലപ്പോൾ അതേ ചിത്രത്തിനായിരിക്കാം നിങ്ങൾ നിറം കൊടുക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഒന്നായിരിക്കാം. നിങ്ങളുടെ ഭാവന നിങ്ങൾ വിശാലമാക്കണം, ഭാവന വലുതാക്കണം. ചെറിയൊരു ഭാവനയും കൊണ്ടിരിക്കുകയല്ല, വലുതാക്കിയെടുക്കണം. ഒരു മീൻപിടുത്തക്കാരൻ മീൻ പിടിക്കാൻ പോയ പിടിക്കുന്ന ഒരാൾ അദ്ദേഹം ഒരു മീനെ പിടിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു സ്കെയിൽ ഉണ്ടായിരുന്നു, ഫുഡ് റൂൾ എന്ന് പറയും. അത് വെച്ച് അളന്നു നോക്കും.
12 ഇഞ്ചിന് താഴെ ഉള്ളതാണെങ്കിൽ അദ്ദേഹം പൂണിക്കകത്തിടും, 12 ഇഞ്ചിന് മേളിലാണെങ്കിൽ അദ്ദേഹം എറിഞ്ഞു കളയും. ഒരാൾ ചോദിച്ചു അതെന്താ കാര്യം? എൻ്റെ ഫ്രൈങ് പാനിന്, എൻ്റെ ചീനിച്ചട്ടിക്ക് 12 ഇഞ്ചേ ഉള്ളൂ അതിൻ്റെ വലിപ്പം, അതിൻ്റെ വിസ്താരം. എടാ പോഷ, നീ നിന്റെ ചീനിച്ചട്ടി വലുതാക്കുക വേണ്ടി മീനെ എടുത്ത് കളയുകയല്ല കേട്ടോ, നിന്റെ സ്വപ്നം വലുതാക്കി എടുക്കണം. യോഹന്നാൻ 14:12 യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും ചെയ്യും. ഞാനല്ല പറഞ്ഞത്, യേശു പറഞ്ഞതാണ്. ഇത് ആർക്കാണ് സാധിക്കുന്നത്? യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്, പിശാചിന്റെ മകനല്ല, കള്ളുകുടിയൻ തോമസിനല്ല, രൂപ മോഷ്ടിക്കുന്ന യൂദായിക്കല്ല, ഭാര്യ അടിക്കുന്ന പത്രോസിനല്ല, പരിഹാസി മറിയാമ്മയ്ക്കല്ല, പിന്നെ ആരാണ്? അവന് വിശ്വസിക്കുന്നവൻ. ഇതാ വേദപുസ്തകം പറയുകയാണ്, വാക്യം 15, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ആർക്കാണ് അനുഗ്രഹം വരുന്നത്? ഭക്തന്, ശിഷ്യന്, കൽപ്പന കാത്തുകൊള്ളുന്നവന്. അടിവരയിട്ട് എഴുതിയെടുക്കണം. 1, 2, 3. 1 ഭക്തന്, 2 ശിഷ്യന്, 3 കൽപ്പന കാത്തുകൊള്ളുന്നവന്. രക്ഷ മാത്രമല്ല, പലർക്കും അങ്ങനെ വിചാരിക്കുന്നത്, രക്ഷ, ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്വോത്രം 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 സ്വോത്രം, പോരാ. സ്നാനം മാത്രമല്ല, പലരും പറയും ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അത് മാത്രമല്ല. ആരാധനയും മാത്രമല്ല, കഴിയുന്നതെല്ലാം അവൻ പറയുന്നത് അനുസരിക്കണം. എല്ലാം അനുസരിക്കാൻ എല്ലാവരെ കൊണ്ടും ഒക്കത്തില്ല. പക്ഷെ എൻ്റെ അളവിലായിരിക്കത്തില്ല നിങ്ങളുടെ അളവ്. ചിലപ്പോൾ നിങ്ങളുടെ അളവ് എൻ്റെ അളവിനേക്കാളും വലുതായിരിക്കാം. നിങ്ങളെ കൊണ്ട് അനുസരിക്കാൻ കഴിയുന്നതെല്ലാം അനുസരിക്കണം. നാം എല്ലാവരും ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കും, അല്ലേ? വായിക്കണം, നല്ലതാണ്. ഞാനൊരു പോസ്റ്റർ അച്ചടിച്ചായിരുന്നു. എൻ്റെ ഏതെങ്കിലും ഓഫീസിൽ ഉണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങിക്കണം. ഞാൻ ഇനി വീണ്ടും അച്ചടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ 14 വാക്യം എടുത്തിട്ട് 31 അനുഗ്രഹം അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നത് ഞാൻ അതിനകത്ത് വിശദമാക്കിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ 1-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ടാട്ടെ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ, അശ്രദ്ധയോടല്ല ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ. നിങ്ങളുടെ സഭ പഠിപ്പിക്കുന്നതല്ല, ഏതാനും കൽപ്പനകൾ മാത്രമല്ല, നിങ്ങളെ കൊണ്ട് കഴിയുന്നതെല്ലാം. ഞാൻ നിങ്ങൾക്കൊരു ചലഞ്ച് തരാൻ പോവാണ്, ഒരു വെല്ലുവിളി തരാൻ പോവാണ്. എന്താണ്? നിങ്ങൾ ഒരു പുതിയ നിയമം എടുക്കണം. വില കൂടിയത്, വില കുറഞ്ഞത്, ഏതെങ്കിലും ഒരെണ്ണം എടുക്കണം. അതിനകത്ത് അപ്പോസ്തല പ്രവൃത്തി 2 മുതൽ വിശ്വാസിക്കുള്ള ഉപദേശം അടിവരയിടണം. എന്നിട്ട് ജീവിതം പരിശോധിക്കണം, ഞാനിത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. ഇതാ ഞാൻ ചിലത് പറയാം, നിങ്ങൾക്ക് ദേഷ്യം വരാം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. പത്രോസും യോഹന്നാനും ഒരു ഭിക്ഷക്കാരനോട് സുവിശേഷം പറഞ്ഞു. 3000 പേരെ സ്നാനപ്പെടുത്തിയവരാ. അടുത്ത ദിവസം സുവിശേഷം പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു ഭിക്ഷക്കാരനോട്, വഴിയിൽ കണ്ടവനോട്, ആവശ്യക്കാരനോട് സുവിശേഷം പറഞ്ഞു? എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാൻ അറിയാൻ ചോദിക്കുക. അപ്പോസ്തല പ്രവൃത്തി അനുസരിക്കണം. ഇന്ന് പലരും ഗൾഫിൽ നിന്ന് വരുന്നവരെ വീട്ടിൽ ചെന്ന് കണ്ടുവച്ച് പറയും, അടുത്ത ആഴ്ച അച്ചായൻ ഞങ്ങളുടെ സഭയിലോട്ട് വരണേ എന്ന് സാക്ഷ്യം പറയാനായിട്ട്. എന്തുകൊണ്ട് ഭിക്ഷക്കാരനോട് സുവിശേഷം പറയുന്നില്ല? അപ്പുറത്തെ തൊഴിലാളിയോട് സുവിശേഷം പറയുന്നില്ല? കൂലിപ്പണിക്കാരനോട് സുവിശേഷം പറയുന്നില്ല? ബംഗാളിയോട് സുവിശേഷം പറയുന്നില്ല? മീൻ കച്ചവടക്കാരനോട് സുവിശേഷം പറയുന്നില്ല? ഭിക്ഷക്കാരനോട് സുവിശേഷം പറയുന്നില്ല? അധ്യായം 4, മഹാപുരോഹിതനോട് അവർ സുവിശേഷം പറഞ്ഞു. ഹന്നാവിനോടും കയ്യാഫാവിനോടും സുവിശേഷം പറഞ്ഞു. പുരോഹിത വർഗത്തിലുള്ളവരോട് സുവിശേഷം പറഞ്ഞു. കേട്ടോ, നാം പറയുന്നുണ്ടോ? പട്ടക്കാരോട്, വേറെ ആരോടെങ്കിലും ഒക്കെ, പാസ്റ്റർമാരോട്, അവരുടെ തെറ്റുകൾ ജീവിതത്തിനകത്തുള്ളത് ഇതുകൂടെ അനുസരിക്കണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ പറയാൻ പഠിക്കണം നാം. അധ്യായം 5:42. പിന്നെ അവർ ദിനംപ്രതി ദൈവാലയത്തിലും വീടുതോറും വിടാതെ സുവിശേഷിച്ചു. കേട്ടോ, എല്ലാ വീടുകളിലും സുവിശേഷം പറയും. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ പിണങ്ങല്ലേ, തങ്കക്കുടമേ പിണങ്ങല്ലേ, നിങ്ങളുടെ ഗ്രാമത്തിലുള്ള സകലരും സുവിശേഷം കേട്ടോ? എന്തുകൊണ്ട് കേട്ടില്ല? അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കേൾക്കുവാൻ നിങ്ങൾ അവർക്കൊരു അവസരം കൊടുക്കണം. Give them a choice to accept or reject. Accept or reject. അത് നിങ്ങളൊരു അവസരം കൊടുക്കണം, നമ്മൾ കൊടുക്കണം. ഹല്ലേലൂയ. അധ്യായം 6:1. ജാതി പ്രശ്നം ഉണ്ടായി സഭയിൽ. നമുക്കുണ്ട് അല്ലേ? നാടാർ ക്രിസ്ത്യൻ, സുറിയാനി ക്രിസ്ത്യൻ, കാന ക്രിസ്ത്യൻ, കൽദായ ക്രിസ്ത്യാനി, പുതു ക്രിസ്ത്യാനി, മറ്റൊരു ജാതിയിൽ നിന്ന് വന്നവര്. നിന്റേത് എൻ്റേത് പാടില്ല കേട്ടോ. ഇത് അധ്യായം 7. സ്തെഫാനോസ് സുവിശേഷം പ്രസംഗിച്ചു. നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നു.
മരണത്തെ മുൻകണ്ടുകൊണ്ടാണ്. ഞാൻ പറയുന്നില്ല നമ്മളെല്ലാവരും സ്തേഫാനോസ് ആവണമെന്ന്, പക്ഷെ അതിന് വിളിയുള്ളവർ ചെയ്യണം. നമുക്ക് ആരോടും സുവിശേഷം പറയാനൊക്കെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയാൻ ഒക്കും. സുവിശേഷം പ്രസംഗിച്ചവനെ കല്ലെറിഞ്ഞു. ചിലർ കല്ലെറിഞ്ഞു. ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോവാ, നിങ്ങളും സുവിശേഷം പ്രസംഗിക്കുന്നവരെ കല്ലെറിയുന്നുണ്ടോ? ശൗല് കല്ലെറിയുന്നവരുടെ വസ്ത്രം സൂക്ഷിച്ചു. നിങ്ങളും കല്ലെറിയുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? അവർക്ക് രൂപ കൊടുക്കുന്നുണ്ടോ? അവർക്ക് ആഹാരം കൊടുക്കുന്നുണ്ടോ? അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? നമുക്ക് തിരിച്ചു നടക്കാം. ലെറ്റ് us walk back to the Bible. നമുക്ക് വേദപുസ്തകത്തിലേക്ക് തിരികെ നടക്കാം. ഭക്തനാകാം, ശിഷ്യനാകാം. നിങ്ങളെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുമ്പോൾ ഹല്ലേലൂയക്കാർ എന്നോ പരീശനെന്നോ വിളിച്ചേക്കാം. തിരുവചനത്തിലേക്ക്, പുതിയ നിയമത്തിലേക്ക് നമുക്ക് തിരികെ പോകാം. ഭക്തൻ ശിഷ്യനായിട്ട് ജീവിക്കുക, എന്നിട്ട് വിശ്വസിക്കുക, പറയാം, ഐ ആം ഗോയിങ് ടു ബി എ ഡിസൈപ്പിൾ ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാനും നീയും വിജയിയായി തീരും. അതെ, വിജയിയായി തീരും. കഴിഞ്ഞ കാലത്തേക്ക് നോക്കി ഭാവി നിശ്ചയിക്കരുത് കേട്ടോ. നിങ്ങളുടെ കഴിഞ്ഞ കാലത്ത് പറ്റിയ അബദ്ധം, പരാജയം, പാപം, തെറ്റ് ഇതൊക്കെ കാണും. ഇതൊക്കെ നോക്കി നിങ്ങളുടെ ഭാവി നിശ്ചയിക്കരുത് കേട്ടാട്ടെ. തള്ളയാടിൻ്റെ പാലിൽ കുഞ്ഞാടിനെ പാചകം ചെയ്യരുതെന്ന് വേദപുസ്തകത്തിൽ 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെയാണ്? എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കുക. പുറപ്പാട് പുസ്തകം 23:19, 34:26, ആവർത്തന പുസ്തകം 14:21. എന്താ അർത്ഥം? അമ്മയുടെ പാലിനകത്ത് കുഞ്ഞിൻ്റെ ആട്ടുംകുട്ടിയുടെ മാംസത്തെ പാചകം ചെയ്യരുത്. നീ സ്വയം അമ്മയുടെ കഴിഞ്ഞ കാലത്തെ അനുഭവത്തിൻ്റെ പാലിൽ കിടന്ന് ഉരുളരുത്. മറ്റാരും നിന്നെ കഴിഞ്ഞ അനുഭവത്തിലിട്ട് ഉരുട്ടരുത്. നിന്റെ അമ്മ ഇങ്ങനായിരുന്നു, നീയും പണ്ടിങ്ങനെ ചെയ്താൽ. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കാരണവർ ഒരാൾ പറഞ്ഞു, ഞങ്ങൾക്കറിയാം നീ 1959 വെൺമണിയിലെ കൺവെൻഷനിൽ വെച്ച് നീ ഒന്ന് രക്ഷിക്കപ്പെട്ടാലും ഇപ്പോഴും അങ്ങനെ നിന്നെയും അമ്മയുടെ പാല് നിന്നെ പാചകം ചെയ്യുവാൻ അനുവദിക്കരുത്. ഹല്ലേലൂയ. നീ എഴുന്നേൽക്കണം. ദൈവം നിശ്ചയിച്ച വിന്നേഴ്സ്, വിജയികളുടെ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു കാണും. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ വിജയികളെ കയറ്റി നിർത്തുന്ന 1, 2 അല്ല 3, 2, 1 ഒന്നിലേക്ക് നടന്നു കയറണം. ആദ്യം 3 ഉച്ചരണം, പിന്നെ 2 ഉച്ചരണം. അവിടെ നിൽക്കരുത്, മുമ്പോട്ട് നടക്കുക, മുമ്പോട്ട് നടക്കുക. ഇതാ ചില യഥാർത്ഥ സംഭവങ്ങൾ പറയാം, എഴുതിയെടുക്കാം. 1, 2018 ഏപ്രിൽ മാസം 7-ാം തീയതി ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിനകത്ത് ഒരാളിൻ്റെ കഥ വന്നു. ക്രിസ്ത്യാനിയല്ല, അദ്ദേഹത്തിൻ്റെ പേര് പി ഗുരുരാജ. എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു സാക്ഷ്യമാണ്. അദ്ദേഹം ജനിച്ചത് കർണാടകത്തിലെ ഒരു ചെറിയ ഗ്രാമം, കുന്തപ്പൂർ എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമം. കഷ്ടപ്പാടാണ്, ഞെരുക്കമാണ്. കുടുംബത്തിലുള്ളവരൊക്കെ അവിടുത്തെ ചായത്തോട്ടത്തിനകത്ത്, ക്യാൻറ്റീനകത്ത് ചായ എടുത്തു കൊടുക്കുകയും ഗ്ലാസ് കഴുകുകയും മേശ തുടയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ജോലിയാണ്. ഞെരുക്കം. എല്ലാവരും ആ തേയിലത്തോട്ടത്തിലെ ക്യാൻറ്റീനിലെ ജോലിക്കാരാണ്. അയാൾ പറയുന്നത് കേട്ടാണ്, സാധാരണക്കാരിൽ ഒരാളായി ജീവിച്ച് മരിക്കുവാൻ വിസമ്മതിക്കും. refuse to die as a normal person. അമ്മയുടെ പാലിൽ കിടന്നുരുളാൻ, വേവാൻ അദ്ദേഹം വിസമ്മതിച്ചു. 2 പ്രാവശ്യം പട്ടാളത്തിൽ ചേരാൻ പോയി. 2 പ്രാവശ്യം തോറ്റു. കാരണം അദ്ദേഹത്തിൻ്റെ ഉയരം 185 സെൻറ്റിമീറ്ററേ ഉള്ളൂ. പട്ടാളത്തിൽ ചേരാൻ 170 സെൻറ്റിമീറ്ററാണ് ആവശ്യം. സകലരും പറഞ്ഞു, പോയിച്ചോട്ട്, നിൻ്റെ അപ്പനെ പോലെ നിൻ്റെ സഹോദരന്മാരെ പോലെ നീയും പോയിട്ട് ആ തോട്ടത്തിലെ ക്യാൻറ്റീനകത്ത് വല്ല ചായ കൊടുക്കുക. അവൻ വിസമ്മതിച്ചു. എൻ്റെ സഹോദരൻ പോകട്ടെ, എൻ്റെ അപ്പൻ പോകട്ടെ, ഞാൻ പോകത്തില്ല, ഞാൻ വ്യത്യസ്തനായിട്ട് ജീവിക്കും. I will try again till I succeed. അദ്ദേഹം നേവി ചേരാൻ പോയി. അവിടുന്നും റിജക്റ്റായി. കാരണം അദ്ദേഹത്തിന് ഒരു പല്ലില്ലായിരുന്നു. അന്നേരം ആളുകൾ പറഞ്ഞാണ്, വീട്ടുകാരും പറഞ്ഞാണ്, എടാ നീ ഇങ്ങനൊക്കെ നടക്കാതെ തോട്ടത്തിലെ ക്യാൻറ്റീനിൽ പോയി ജോലി ചെയ്താട്ടെ. He refused. തള്ളയാടിൻ്റെ പാലിൽ അവൻ കിടന്ന് ഉരുളാൻ, പഴയ കാലത്തെ ഓർത്ത് ഉരുളാൻ അവൻ വിസമ്മതിച്ചു. അപ്പൻ്റെ സഹോദരന്മാരുടെ തൊഴിലേക്കല്ല, അവനൊരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടായിരിക്കട്ടെ.
അവൻ്റെ സഹോദരന്മാരെല്ലാം പറഞ്ഞാണ്, മോനെ വലിയ സ്വപ്നമൊന്നും വേണ്ട കേട്ടോ. പക്ഷെ അവൻ പറഞ്ഞാണ്, ഐ വിൽ ട്രൈ അഗെയിൻ ആൻഡ് ഐ വിൽ ട്രൈ അഗെയിൻ, ഐ വിൽ നോക്ക്. ഞാൻ മുട്ടിക്കൊണ്ടിരിക്കും, ഞാൻ മുട്ടി ജയിക്കുന്നത് വരെ. അവസാനം അദ്ദേഹം എയർഫോഴ്സിനകത്ത് സെലക്റ്റഡ് ആയി. refuse to take a no for an answer. ഇംഗ്ലീഷിൽ പറഞ്ഞത് മലയാളത്തിൽ പറയാൻ ഒക്കത്തില്ല, ഞാൻ വിട്ടുകളയുന്നു പറയാൻ വിസമ്മതിക്കുക. ട്രൈ ടു ബി എ ഡിഫറെന്റ് ബ്രീഡ് ഓഫ് ട്രൈങ്. പരിശ്രമിക്കുന്ന ഒരു പുതിയ വംശത്തിനകത്തെ ഒരു വ്യക്തിയായിട്ട് ഞാൻ നീ മാറണം, ജയിക്കുന്നത് വരെ. ഒരു നോർമലായിരിക്കുന്ന ഒരു മനുഷ്യനായിരിക്കാൻ വിസമ്മതിക്കുക. പാസ്റ്ററെ, ദൈവവേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ, അമ്മമാരെ, അപ്പന്മാരെ, നിങ്ങൾ സാധാരണക്കാരായിരിക്കുവാൻ വിസമ്മതിക്കുക. എയർഫോഴ്സിൽ ചേർന്നു. ഇനിയും കേട്ടാട്ടെ, 2018 ഏപ്രിൽ മാസം 5-ാം തീയതി അദ്ദേഹത്തിന് ആസ്ട്രേലിയയിൽ വെച്ച് നടന്ന കോമൺവെൽത്ത് ഗെയിംസിനകത്ത് അദ്ദേഹത്തിന് വെള്ളി മെഡൽ കിട്ടി. വെയിറ്റ് ലിഫ്റ്റിങ്ങിനകത്ത്. നിനക്ക് ഉയരം കുറവാണെങ്കിലും മറ്റു പലതും ചെയ്യാൻ കഴിയും. നിനക്ക് പ്രസംഗിക്കാൻ കഴിവില്ലെങ്കിൽ നിനക്ക് മറ്റു പലതും ചെയ്യാൻ കഴിയും. നീ വലിയൊരു കച്ചവടക്കാരനായില്ലെങ്കിൽ നിനക്ക് മറ്റു പലതും ചെയ്യുവാൻ കഴിയും കേട്ടോ. ചെയ്യുവാൻ കഴിയും, തീർച്ചയായിട്ടും കഴിയും. തീർന്നില്ല. അയാൾ പറഞ്ഞില്ല, ഒരു വെള്ളി മെഡലൊക്കെ കിട്ടിയില്ലയോ, ഇനി വിശ്രമിക്കാം. ഇല്ല, ഹി ട്രൈഡ് അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ. അടുത്ത പ്രാവശ്യം 2022 കോമൺവെൽത്ത് ഗെയിംസിനകത്ത് അദ്ദേഹത്തിന് ഒരു ബ്രോൺസ് മെഡൽ കിട്ടി. ഹല്ലേലൂയ. നിങ്ങൾ തൃപ്തനാകരുത്. നിങ്ങളുടെ സഭയിൽ 50 പേരെ ഉള്ളെങ്കിൽ മതിയല്ലോ എന്ന് പറയരുത്. 150 പേരെ ഉള്ളെങ്കിലും മതി എന്ന് പറയരുത്. ആയിരിക്കുന്ന നിലയിൽ ആയിരിക്കുവാൻ വിസമ്മതിക്കുക. ട്രൈ. യു ക്യാൻ ഡു ബെറ്റർ. കാരണം നീ ഭക്തനാണ്, കാരണം നീ യേശുവിൻ്റെ ശിഷ്യനാണ്, കാരണം യേശു നിന്നിൽ, യഹൂദായുടെ സിംഹം നിന്നിൽ, നിന്റെ പിതാവായ ദൈവം നിന്നിൽ, യഹൂദായുടെ സിംഹത്തിൻ്റെ വിത്ത് നിന്നിലുണ്ട്. അലറുക, ഒരു സിംഹത്തെ പോലെ അലറുക, പ്രസംഗിക്കുന്നവരെ അലറുക. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അലറി വിളിച്ച് പറയണമെന്നല്ല. ചിലരുടെ ആവശ്യമില്ലാതെ അലറുന്നത് കാണാം. അതിൻ്റെ ആവശ്യമില്ല. അലറേണ്ട അടുത്ത് അലറാം, അലറിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ആവശ്യമില്ലാതെ അലറാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ള അഭിപ്രായത്തിലാണ് ഞാൻ. ഹല്ലേലൂയ. സിംഹത്തെ പോലെ നടക്കുക. എങ്ങനെയാണ് സിംഹം നടക്കുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ടെലിവിഷൻ നോക്കിയാട്ട്, ഒരു യൂട്യൂബിനകത്ത് പോയി നോക്കിയാട്ട്, അത് തല ഉയർത്തി സിംഹത്തെ പോലെ നടക്കുന്നു. നീയും ദൈവത്തിൻ്റെ പൈതലാണ്, നീ ഭക്തനാണ്, നീ ശിഷ്യനാണ്. അതുകൊണ്ട് തല താഴ്ത്തി. നമ്മൾ എളിമയെന്ന് വിചാരിച്ചാൽ പലരും വിചാരിക്കും ഇങ്ങനെ നടക്കുന്നതാണെന്ന്. അല്ല, അതല്ല എളിമ കേട്ടോ. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നിന്റെ കഴിവ് കുറച്ചുകൂടെ നന്നാക്കാൻ ശ്രമിക്കുക. നിന്റെ ഭാഷ കുറച്ചുകൂടെ നന്നാക്കാൻ ശ്രമിക്കുക. നിന്റെ ജനറൽ നോളജ് കുറച്ചുകൂടെ നന്നാക്കാൻ ശ്രമിക്കുക. നിന്റെ സഭ കുറച്ചുകൂടെ വലുതാക്കാൻ ശ്രമിക്കുക കേട്ടോ. ശ്രമിക്കണം. രണ്ടാമത്തെ കഥ കേട്ടാട്ട്, യോസെഫ്. ബൈബിളിനകത്ത്, വേദപുസ്തകത്തിനകത്ത്, പഴയ നിയമത്തിനകത്ത്, ഉൽപ്പത്തി പുസ്തകത്തിലെ യോസെഫ് 17 വയസ്സ് ഉള്ളപ്പോൾ വീട് വിട്ടു പോയി. ഉൽപ്പത്തി 37 1-2 വാക്യം അടിവരയിട്ട് കേൾക്കണം. അവൻ്റെ സഹോദരന്മാരുടെ ജീവിത ശൈലി സ്വീകരിച്ചില്ല. എൻ്റെ വീട്ടിലെല്ലാവരും ഇങ്ങനെ എന്നവൻ പറഞ്ഞില്ല. എൻ്റെ അപ്പനും അങ്ങനെ എന്ന് പറഞ്ഞില്ല. അവൻ്റെ അപ്പനും അങ്ങനെ ആയിരുന്നു കേട്ടോ. അവൻ കൂട്ടം വിട്ടുപോയി. 34-ാം അധ്യായം. അന്യമതക്കാരനുമായിട്ട് ഇൻറ്റിമസി ഉള്ള ഒരു സ്നേഹബന്ധം ഉണ്ടാക്കിയെടുത്തു. പോഷത്വം. അവിശ്വാസിയായ ഒരു പെണ്ണിനെ അന്യമതക്കാരിയെ കെട്ടി. പോഷത്വം. മരുമകളെ ചതിച്ചു. പറഞ്ഞില്ല, എൻ്റെ അപ്പനും ഇങ്ങനെ, എൻ്റെ സഹോദരന്മാരും ഇങ്ങനെ, ഞാനിങ്ങനെ ആയിരിക്കും. അവൻ്റെ സഹോദരന്മാരോ 30-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. ആടിനെ തീറ്റുമ്പോൾ മഴക്കുണ്ടാക്കുമായിരുന്നു അവർ. സ്വന്തം ആടിൻ്റെ വാല് മുറിച്ച് കറി വെച്ച് തിന്നുമായിരുന്നു. അതിന് അവിടുത്തെ ആടിൻ്റെയൊക്കെ വാല് ഇച്ചിരി കട്ടിയുള്ളതാണ്. അത് തിന്നുമായിരുന്നു സ്വന്തം ആടിൻ്റെ. ചിലരങ്ങനെ സ്വന്തം ശരീരത്തിന് ദോഷം ചെയ്യും, സ്വന്തം ഭാര്യയ്ക്ക് ദോഷം ചെയ്യും, സ്വന്തം ഭർത്താവിന് ദോഷം ചെയ്യും, സ്വന്തം സഭയ്ക്ക് ദോഷം ചെയ്യും. ആടിൻ്റെ വാല് മുറിച്ച് തിന്നരുത് കേട്ടോ. തിന്നരുത്. ചപ്പാത്തി ഉണ്ടാക്കി തിന്നണം. ഒരു ചേട്ടന് അവിഹിത ബന്ധമുണ്ടായിരുന്നു. അത് പറയാൻ കൊള്ളാത്ത ഒരു അവിഹിത ബന്ധമാണ്. അപ്പൻ്റെ വെപ്പാട്ടിയുമായിട്ട് ബന്ധം. അയ്യോ, അവൻ പറഞ്ഞില്ല, എൻ്റെ കുടുംബത്തിലെല്ലാവരും ഇങ്ങനെ, അപ്പം എനിക്ക് ഇച്ചിരി ദോഷമൊക്കെ വരും, അതുകൊണ്ട് പൊത്തിപ്പേറിൻ്റെ ഭാര്യ. ഇല്ല,
വ്യത്യസ്തനായിട്ട് ജീവിക്കുവാൻ തീരുമാനിക്കുകയാണ്. അവന് നിലയങ്കി കിട്ടിയപ്പോൾ അവൻ കോട്ട് ഓഫ് മെനി കളേഴ്സ്, ബഹുവർണ്ണ നിലയങ്കി കിട്ടിക്കഴിഞ്ഞപ്പോൾ മറ്റവർക്കൊക്കെ അസൂയ. അവർക്ക് എൻ്റെ ചേട്ടന്മാർക്കൊക്കെ അസൂയുണ്ട്, അതുകൊണ്ട് എനിക്കും അസൂയ ഇല്ല അല്ലേ? 4-ാമത്തെ വാക്യം, അവർ പകച്ചു. 5-ാമത്തെ വാക്യം, അധികം പകച്ചു. 8-ാമത്തെ വാക്യം, പിന്നെയും അധികം പകച്ചു. 18-ാമത്തെ വാക്യം, 10 സഹോദരന്മാർ ദുരാലോചന നടത്തി. അനി കേട്ടാട്ടെ, അവൻ ഇരട്ടപ്പേരിട്ട് സ്വപ്നക്കാരൻ. നമ്മൾ മലയാളികൾ വളരെ മിടുക്കന്മാരാണ്. ഇതുപോലെയാണ് നമുക്ക് അല്ലേ? ഒരാൾക്ക് വണ്ണം കൂടുതലാണെങ്കിൽ തടിയൻ, ഒരാൾക്ക് തലമുടിയില്ലെങ്കിൽ കഷണ്ടിയാൻ, ഒരാൾക്ക് വർത്താനം പറയാൻ കൊഞ്ഞിയുണ്ടെങ്കിൽ പപ്പിയാ കൂട്ടാവും. ഇരട്ടപ്പേരിടരുത്. നീ ഇരട്ടപ്പേരിട്ടാൽ നിനക്കുണ്ടാവുന്ന മക്കളും കൊച്ചുമക്കളും അങ്ങനെ ആയിത്തീരാൻ സാധ്യതയുണ്ട്. പൊന്നുമോളെ, ഇരട്ടപ്പേരിടരുത്. പറഞ്ഞു സ്വപ്നക്കാരൻ. നല്ല അർത്ഥത്തിൽ പറയാം. എനിക്ക് കഷണ്ടിയാന്ന് പറയുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പരിഹാസത്തിന്റെ ഭാഷയിൽ പറയരുത് കേട്ടോ. ഈ ദുസ്വഭാവങ്ങളൊക്കെ അവൻ ഒപ്പിയെടുത്തില്ല. പറഞ്ഞില്ല, എൻ്റെ അപ്പൻ്റെ കുറച്ച് കുറേ എനിക്കുണ്ട്, അവൻ്റെ DNA അല്ലയോ എനിക്ക് കിട്ടിയിരിക്കുന്നത്, അപ്പോൾ എനിക്കുണ്ട്. ഇല്ല, വ്യത്യസ്തനായിരിക്കുക. ഹല്ലേലൂയ. 20-ാമത്തെ വാക്യം, കൊല്ലാൻ പൊട്ടക്കിണറ്റിലിട്ടു. അടുത്തത്, കള്ളം പറഞ്ഞു. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു. അവൻ്റെ സ്വഭാവം ഒപ്പിയെടുത്തില്ല. പരിഹാസം. അവൻ്റെ സ്വപ്നം എന്താകുമെന്ന് കാണാമല്ലോ എന്ന് തമ്മിൽ പറയും. കാണേണ്ട സമയം എവനിവിടെ വലിയ ആളാവും നോക്കണം, എവനിവിടെ ഒരു വലിയ സഭ സ്ഥാപിക്കാനൊക്കെ ഒന്ന് എനിക്കൊന്ന് കാണണം, എവൻ്റെ മോൻ എങ്ങനെ MBBS ചേരുന്നെന്ന് എനിക്കൊന്ന് കാണണം, എവൻ്റെ മകൾ. പരിഹാസത്തിൻ്റെ വാക്കുകൾ പറയരുത്. നീ ചിലർ പ്രാർത്ഥിക്കും, ദൈവമേ അവനങ്ങ് ചത്താൽ മതിയാ. അവൻ ശത്രുവായിരിക്കാം. ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ അവന് ദീർഘായുസ്സുണ്ടാവും. അതുകൊണ്ട് പരിഹാസത്തിന്റെ വാക്കുകൾ നിന്റെ വായിൽ നിന്ന് വരരുത്. 28-ാമത്തെ വാക്യം, അടിമയാക്കിയ അന്യദേശക്കാരന് വിറ്റുകളഞ്ഞു. അറബിക്ക് വിറ്റുകളഞ്ഞു കേട്ടോ, വിറ്റുകളഞ്ഞു. അവർ ചെയ്തത് യോസഫ് അനുകരിച്ചില്ല. ഞാനും നീയും അനുകരിക്കേണ്ടത് മറ്റുള്ളവരുടെ തെറ്റുകളല്ല. ദാവീദിന്റെ, അബ്രഹാമിന്റെ, യോസഫിന്റെ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് മുന്നോടിയായിട്ട് തന്നിരിക്കാം. മുന്നിൽ കുഴിയുണ്ടെന്ന് കാണിക്കാനാണ്. അവരുടെ നല്ല ഗുണങ്ങൾ മാത്രം എടുക്കണം. 39-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. മലയാളം ശരിയായിട്ടില്ല. അവൻ പ്രോസ്പർ ചെയ്തെന്നാണ്. നമുക്കത് ഇഷ്ടമില്ലാത്തൊരു വാക്കാണല്ലേ, പലർക്കും ഇഷ്ടമില്ലാത്തൊരു വാക്കാണ് പ്രോസ്പെറിറ്റി, അഭിവൃദ്ധി. എൻ്റെ വേദപുസ്തകം ആദ്യം മുതൽ അവസാനം വരെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രോസ്പെറിറ്റിയാണ് കേട്ടോ. 5-ാമത്തെ വാക്യം, യഹോവയോ യോസേപ്പിന്റെ നിമിത്തം മിസ്രയീമിന്റെ വീടിനെ അനുഗ്രഹിച്ചു. നീ കാരണം നിന്റെ വീട് അനുഗ്രഹം പ്രാപിക്കണം, നിന്റെ വേലസ്ഥലം അനുഗ്രഹം പ്രാപിക്കണം, നീ ജോലി ചെയ്യുന്ന ഫാക്ടറി അനുഗ്രഹം പ്രാപിക്കണം, നീ ജോലി ചെയ്യുന്ന കട അനുഗ്രഹം പ്രാപിക്കണം, നീ ജോലി ചെയ്യുന്ന പെട്രോൾ പമ്പ് അനുഗ്രഹം പ്രാപിക്കണം, നീ ജോലി ചെയ്യുന്ന സഭ അനുഗ്രഹം പ്രാപിക്കണം, നീ പാസ്റ്ററായിരിക്കുന്ന സഭ അനുഗ്രഹം പ്രാപിക്കണം, നീ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന സൺഡേ സ്കൂൾ അനുഗ്രഹം പ്രാപിക്കണം. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുമ്പോഴേ പ്രാർത്ഥിക്കണം. ചേട്ടാ അങ്ങനെയല്ല, ഇത് മുടിഞ്ഞു പോട്ടെ, നമ്മുടെ മുതലാളി നശിക്കട്ടെ എന്നല്ല നാം ചിന്തിക്കേണ്ടത്, നമ്മുടെ മുതലാളിക്ക് നന്മ വരട്ടെ. നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത്, ഗൾഫിലായിരിക്കാം, അമേരിക്കയിലായിരിക്കാം, വേറൊരു സ്റ്റേറ്റിലായിരിക്കാം, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? കർത്താവേ, ഞാൻ ഇവിടെ വരുന്നത് കാരണം യോസഫിന്റെ ദൈവമേ ഈ സ്ഥാപനത്തെ അനുഗ്രഹിക്കണമേ, അവരുടെ കൃഷിഭൂമിയെ അനുഗ്രഹിക്കണമേ കർത്താവേ. 21-ാമത്തെ വാക്യം, യഹോവ യോസഫിനോടുകൂടെ ഇരുന്നു. നീ ഇങ്ങനൊക്കെ ചെയ്ത് ജീവിക്കാമെങ്കിൽ, ജോസഫായിട്ട് ജീവിക്കാമെങ്കിൽ ദൈവം നിന്നോടുകൂടെ ഇരിക്കും. ഒരു ദിവസം അവൻ ഇരിക്കണമെന്നൊരാഗ്രഹം ഓലെ നടക്കുക. അവൻ ഇരുന്നത് ഒരു സിംഹാസനത്തിലായിരുന്നു. ഈ ഗുണങ്ങളൊക്കെ നീ നീണ്ട നാളത്തെ വിശുദ്ധ ജീവിതം അവനെ വിജയിയാക്കി. ഒരു ദിവസം കൊണ്ട് കിട്ടുന്നതല്ല. ഒരു സ്ത്രീ കുരുക്കിനകത്ത് പെട്ടു. ആരാണ്ട് ഗൾഫിൽ കൊണ്ടുപോയി. അവിടെ ഉണ്ടായിരുന്ന രൂപ മുഴുവൻ വാങ്ങിച്ചു. വീട്ടിൽ നിന്ന് പിന്നെയും കുറച്ച് എഴുതി വരുത്തി. അവസാനം അവൾക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദോഷമൊക്കെ സംഭവിച്ചു. തിരിച്ചു വന്നു. അവന് പിടിക്കണമായിരുന്നു. അവൻ അവളെ ഒരു ലോഡ്ജിലാക്കിയിട്ട് അവൻ പോയിട്ട് അവിടെ അപ്പനെയും വിളിച്ചുകൊണ്ട് പോയി. അവൻ്റെ നിന്നും വാങ്ങിച്ചു 7 ലക്ഷം രൂപ. അവസാനം എനിക്ക് എഴുതിയിരിക്കുക, ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വഴിയില്ല, ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനൊക്കത്തില്ല, നാട്ടുകാരൊക്കെ രൂപ ചോദിക്കുക, ഞങ്ങളുടെ കൊടുക്കാനില്ല. അന്നേരം അവർ എഴുതിയ ഒരു പുസ്തകം വായിച്ചു, അത്ഭുതങ്ങളുടെ താക്കോൽ. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ ഈ 13 ലക്ഷം രൂപ ഒരാഴ്ചയ്ക്കകം തീർത്ത് തരണം. എൻ്റെ പൊന്നുമോളെ, 23 മാസം കൊണ്ട് നീ ഉണ്ടാക്കിയ കുലുമാലെല്ലാം ഒരാഴ്ച കൊണ്ട് തീരണം. ഇറ്റ് ടേക്ക് ടൈം.
അതുകൊണ്ട് അബദ്ധം കാണിക്കരുത് കേട്ടോ. നീണ്ട നാളത്തെ വിശുദ്ധ ജീവിതം അവനെ വിജയിയാക്കി. വിശുദ്ധ ജീവിതത്തിന് അർത്ഥമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. എങ്ങനെയാണ് യോസഫ് 13 വർഷം, ഇത് പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കാണ്, എങ്ങനെയാണ് യോസഫ് 13 വർഷം ജയിലിൽ അടിമയായിട്ട്, ആദ്യം പൊത്തിഫേറിന്റെ വീട്ടിൽ അടിമയായിട്ട്, അവൻ ചെയ്യാത്ത കുറ്റത്തിന് അവൻ ജയിലിലായി, അവിടുന്ന് അവനെ ആളുകൾ കളിപ്പിച്ചു, അവനെ തോൽപ്പിച്ചു. എങ്ങനെ അവൻ ഈ 13 വർഷം, 1-2 മാസമല്ല, നമ്മളൊക്കെ 1 മാസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിഷമിക്കും അല്ലേ? നമ്മുടെ മോക്ക് ഒരു ജോലി കിട്ടിയില്ല, 1 വർഷം കഴിഞ്ഞാൽ എന്തോ ഞാൻ ഒരാളുടെ ഒക്കെ ചോദിച്ചു, മക്കളുണ്ടായോ? പ്രാർത്ഥിച്ചിട്ട് 3 വർഷമായി, പ്രാർത്ഥന അവിടുന്ന് ഉണ്ടാവണം. പക്ഷെ ദൈവം കൊടുത്തവർക്ക്. നിന്റെ ദീർഘനാളത്തെ വിശുദ്ധ ജീവിതം നിന്നെ വിജയിയാക്കും. ആരും കാണുന്നില്ലായിരിക്കാം. നിന്റെ ഇരുട്ടിലെ വിശുദ്ധ ജീവിതം വെളിച്ചത്തിൽ നിന്നെ നിർത്തും കേട്ടോ. എങ്ങനെയാണ് അദ്ദേഹം 13 വർഷം ഈ കഷ്ടവും നഷ്ടവും ക്രൂരതയും പ്രയാസവും കള്ളക്കേസും ഒക്കെ സഹിച്ചു? ഉൽപ്പത്തി 42:9 എഴുതിയെടുക്കാം. യോസഫ് ദൈവം തനിക്ക് നൽകിയ സ്വപ്നം ഓർത്തു. ഓരോ പ്രാവശ്യം പ്രയാസം ഉണ്ടാകുമ്പോൾ ആളുകൾ പരിയാസമൊക്കെ ഒന്നും സ്വപ്നം ഓർത്തു. എനിക്കൊരു സ്വപ്നമുണ്ടാകും, എൻ്റെ സഹോദരന്മാർ 4 വശത്ത് നിൽക്കും, എൻ്റെ അപ്പനും അമ്മയും പോലും നിൽക്കും. അവൻ ആ സ്വപ്നം ഓർത്തു. നീ ദൈവം നിനക്ക് തന്നിരിക്കുന്ന സ്വപ്നം, നിന്റെ സഭയെ പറ്റി തന്നിരിക്കുന്ന സ്വപ്നം, നിന്റെ ബിസിനസ്സിനെ പറ്റി തന്നിരിക്കുന്ന സ്വപ്നം, നിന്റെ വിദ്യാഭ്യാസത്തെ പറ്റി സ്വപ്നം, അത് ഓർത്ത് വിശുദ്ധ ജീവിതത്തിൽ നയിക്കുക. പാപം ചെയ്യാൻ വിസമ്മതിക്കുക. നിന്റെ അപ്പൻ്റെ ബലഹീനത, നിന്റെ അമ്മയുടെ ബലഹീനത ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നിന്റെ സഹോദരന്മാരുടെ ബലഹീനത, നിന്റെ പാസ്റ്ററുടെ ബലഹീനത, മറ്റുള്ളവർ ബലഹീനത നിന്റെ ജീവിതത്തിനകത്ത് വരാതെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. ഈ പരിഹാസമൊക്കെ വന്നപ്പോൾ അവൻ പാട്ട് പാടി കാണും അല്ലേ? അവൻ്റെ സ്വപ്നം കൂടെ ഓർത്ത് പാടി. എനിക്കൊരു സ്വപ്നമുണ്ട്, ആ സ്വപ്നം പൂർത്തിയാക്കുന്ന ഒരു ദൈവമുണ്ട്, അവൻ എന്നെ പാട്ട് പാടിക്കാട്ടെ. ഹല്ലേലൂയ. എനിക്ക് പാട്ട് എഴുതാനും അറിയത്തില്ല, പാടാനും അറിയത്തില്ല, പക്ഷെ എനിക്ക് എൻ്റെ പാട്ടുകൾ പാടാനറിയാം. 10ാം ക്ലാസ് പഠിച്ച പട്ടാളം വർഗീസിനെ ഉയർത്തുന്നവനായ ഒരു ദൈവത്തെ ഞാൻ അറിയുന്നു. പാടിക്കാട്ടെ കേട്ടോ. അത് മറക്കരുത്. ആ സ്വപ്നത്തെ നീ മുറുകെ പിടിക്കണം. മുമ്പോട്ട് നടക്കുന്ന സമയത്ത് യോസഫിനെ സിംഹാസനത്തിൽ ഇരുത്തിയവനായ ദൈവം നിന്റെ രഹസ്യ ജീവിതത്തെ കണ്ടിട്ട്, ദീർഘനാളത്തെ ക്ഷമ കണ്ടിട്ട്, ഹല്ലേലൂയ, നിന്നെ ആദരിച്ച് സിംഹാസനത്തിൽ ഇരുത്തും. മൂന്നാമത് ഒരു ഉദാഹരണം ഞാൻ മുമ്പേ വായിച്ച മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം കൂടെ വായിക്കട്ടെ. യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ this day and this is your day. ഹല്ലേലൂയ. പിടിച്ചെടുക്കണം. ദൈവത്തിന് അനുഗ്രഹം പിടിച്ചെടുക്കണം, ചോദിച്ചെടുക്കണം. ദീർഘനാളത്തെ വിശുദ്ധ ജീവിതം. എന്നിട്ട് ഞാൻ ആദ്യം വായിച്ച ആ ഉദ്ധരണി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കുറുക്കുവഴിയില്ല, എളുപ്പം കിട്ടുന്നതല്ല. ജീവിതത്തിനകത്തെ വലിയ കാര്യങ്ങളൊക്കെ മൽപ്പിടുത്തം പിടിച്ചെടുക്കേണ്ടതാണ്. ഇതാ ഞാൻ മൂന്നാമത് വേറൊരു ഉദാഹരണം പറയുവാൻ ആഗ്രഹിക്കുക. ഇതാ ഒരു ഉദാഹരണം. ദാവീദ് എന്ന 8-ാമൻ, 1 ശമൂവേൽ 16-ാം അധ്യായം. ബേത്ലഹേമിൽ അദ്ദേഹത്തിൻ്റെ വീട്, ദാവീദിൻ്റെ വീട് ബേത്ലഹേമിലാണ്. ഞാൻ അവിടെ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. യെരുശലേമിൽ ഞാൻ 6 പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷെ ബേത്ലഹേമിൽ 2-3 പ്രാവശ്യം മാത്രമേ പോയുള്ളൂ. യേശുവിൻ്റെ വീടും ദാവീദിൻ്റെ വീടും യോഹന്നാൻ സ്നാപകന്റെ വീടും ഒക്കെ അടുത്തടുത്ത് ഒരു ഗ്രാമത്തിലാണ് കേട്ടോ, ബേത്ലഹേം. അവിടെ ശമൂവേൽ വന്നു. മൂപ്പന്മാര് ഭയന്നുപോയി. അവരെല്ലാവരും ചോദിച്ചു, എന്താ കാര്യം? പറഞ്ഞ്, ഞാൻ യാഗത്തിന് വന്ന് ഞങ്ങൾ പേടിക്കാനില്ല, ഞാൻ ദോഷത്തിനൊന്നും വന്നതല്ല. പക്ഷെ അതിന് നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വരണം. ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലാൻ നമുക്കൊരു ശുദ്ധീകരണം വേണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ അമേരിക്കയിലായിരിക്കുന്ന സമയത്ത്, ലില്ലി എൻ്റെ കൂടെ ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാനൊരു മദാമ്മയുടെ വീട്ടിലാണ് താമസിക്കാൻ. പല പ്രാവശ്യം അവരുടെ വീട്ടിൽ താമസിക്കുന്നത്. എനിക്ക് അമേരിക്കയിലൊക്കെ ചെല്ലുമ്പോൾ ആരുടെയെങ്കിലും സഹായം ആവശ്യമുണ്ട്. അവിടെ മീറ്റിങ്ങിന് പോകണം, തിരിച്ചു വരണം, വേറെടുത്ത് മീറ്റിങ്ങിന് പോകണം, തിരിച്ചു വരണം. മലയാളികളാണെങ്കിൽ മലയാളികളുടെ അവിടെ ഒക്കെ കൊണ്ടുപോകും. ഞാൻ അധികവും എൻ്റെ മീറ്റിങ്ങുകളൊക്കെ പണ്ട് സാഹിബ്മാരുടെ അവിടെ. അപ്പോഴ് ആ സഹോദരയുടെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അവർ ഒരു ഇൻ്റർസെസറാണ്, വലിയ ഇൻ്റർസെസറാണ്, മറ്റുള്ളവർക്ക് ഒരു മധ്യസ്ഥ പ്രാർത്ഥന. അപ്പോൾ എന്നെ ഒരിടത്ത് മീറ്റിങ്ങിന് കൊണ്ടുപോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് മണി 11 ആയി. എൻ്റെ ഒക്കെ ചോദിച്ചു, വർഗീസിന് ഒരു കപ്പ് കാപ്പി വേണോ?
എനിക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ഹോട്ട് ഡ്രിങ്ക് കുടിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്നിട്ട് എനിക്ക് ആ ഹോട്ട് ഡ്രിങ്ക് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെൻ്റെ പറഞ്ഞു, വർഗീസ് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകളെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകാം. ഞാൻ വിചാരിച്ചു അവരെന്നെ സംശയിച്ചോ, ഞാൻ അവരെ നോക്കിയോ? ഇല്ല. ഞാൻ വേറെ ആരെങ്കിലും സ്ത്രീകളെ നോക്കിയതായിട്ട് അവർക്ക് തോന്നിയോ? എന്താ കാര്യം? ഞാൻ അവരെ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി. അവർ പറഞ്ഞു, വർഗീസേ, നമ്മൾ പോകുന്ന അമേരിക്കയിലൊക്കെ ഒത്തിരി ബിൽ ബോർഡ്സ് ഉണ്ട്, വലിയ ബോർഡുകളുണ്ട്. അതിനകത്തൊക്കെ ചില നൈറ്റ് ക്ലബിൻ്റെയൊക്കെ പരസ്യങ്ങൾ കാണും. അതിനകത്തൊക്കെ സ്ത്രീകൾക്ക് കുറച്ച് വസ്ത്രമിട്ട് അടിയിലത്തെ വസ്ത്രം കാണത്തക്കോണമുള്ള ലൈറ്റായിട്ടുള്ള പറഞ്ഞപ്പോൾ ആ സമയത്ത് നമ്മുടെ കണ്ണിനകത്ത് പാപം വന്നെന്ന് വരാം. ഇല്ല, നമ്മുടെ മുമ്പിൽ കൂടെ പെൺകുട്ടികളൊക്കെ പോകുമ്പോഴും ചില പുരുഷന്മാർ പോകുമ്പോഴും ചിന്തകൾ കാട് കയറാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. അവരെന്നെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വരിക. ഇശായിയെയും വിളിക്കണം, അവൻ്റെ മക്കളെയും വിളിക്കണം. യെശായി വന്നു, 7 മക്കളും വന്നു. ദാവീദ് എവിടെയാണ്? അവൻ എണ്ണത്തിലില്ലാത്തവന്, അപ്പൻ പോലും അവനെ വിളിച്ചില്ല. ഒന്നാമൻ വന്നു, ശമൂൽ വിചാരിച്ചാണ് യവനാണ് രാജാവാകാൻ വിളിക്കാൻ. അവർക്കാർക്കും അറിയത്തില്ല രാജാവിനെ അഭിഷേകം ചെയ്യാമെന്നാണ്. യവനായിരിക്കും. കാരണം എന്തൊരു തലയെടുപ്പ്! ആ നെഞ്ചിന്റെ വിരിവ് കണ്ടില്ലയോ, കൈയുടെ മസിലൊക്കെ കണ്ടില്ലയോ? യവനായിരിക്കും. കാരണം അവർക്ക് ഫിലിസ്തീനിൽ നിന്ന് വിടുവിക്കണം. 7-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം ദൈവം ശമൂവേലിനോട് പറയുകയാണ്, മനുഷ്യൻ കണ്ണ് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. ഒന്നാമനെ ദൈവം റിജക്റ്റ് ചെയ്തു, തള്ളിക്കളഞ്ഞു. ശമൂവേലിന് മനസ്സിലാകുന്നില്ല, യവനായിരുന്നില്ല ഏറ്റവും നല്ലത്. കുഞ്ഞെ, ദൈവത്തെ വചനപ്രകാരം ആരാധിക്കുന്നവനെ, വിശുദ്ധ ജീവിതം നയിക്കുന്നവനെ, ഇരുട്ടിലും കാട്ടിലും വിശുദ്ധ ജീവിതം നയിക്കുന്നവനെ സഹോദരന്മാർ, അവർ ഗുണങ്ങൾ ഞാൻ എഴുതി വെച്ചിരിക്കുക കേട്ടോ, ഇന്ന് വൈകുന്നേരം ഇരുന്ന് ഞാൻ ഉണ്ടാക്കിയ മെസ്സേജാണ്. സഹോദരന്മാർക്ക് ദോഷം ചെയ്യാൻ വിസമ്മതിച്ചവനെ, അഹങ്കരിക്കാതിരിക്കുന്നവനെ, അവനാണെങ്കിൽ അഹങ്കരിക്കാം. അവൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വന്ന മറ്റൊരു, നിങ്ങൾ ആരാ? നിങ്ങൾ പറയും പട്ടാളക്കാർ. ഞാൻ ആരാന്നറിയോ? രാജാവിൻ്റെ അപ്പുറത്തെ കസലിലായിരിക്കും. ഞാൻ പാടുമ്പോഴാണ് രാജാവ് സന്തോഷിക്കുന്നത്. മാത്രമല്ല, എനിക്ക് വലിയ വിടുതലിൻ്റെ ശുശ്രൂഷയുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത്, പാട്ട് പാടുന്ന സമയത്ത് ഭൂതങ്ങളൊക്കെ അലറി വിട്ടുപോകും. അഹങ്കരിക്കാൻ നിനക്ക് അവകാശം കിട്ടുമ്പോഴും അഹങ്കരിക്കരുത്. എനിക്ക് അഹങ്കാരം വന്നിട്ടുണ്ട്, സത്യം പറയുകയാണ്. അല്ലേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി അനുഭവം നടക്കുന്ന, വേറൊരു ഭാഷ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും നടക്കുന്നില്ല. എൻ്റെ മെസ്സേജ് നല്ലതാണെന്നും ചില ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചു കഴിയുമ്പം വിദ്യാർത്ഥികൾ നമുക്ക് മാർക്കിടും. അതിനകത്ത് എൻ്റെ പേരും മദാമ്മമാരുടെയും സാഹിബ്മാരുടെയും പേരിനേക്കാളൊക്കെ മുമ്പിൽ വന്നപ്പോഴെനിക്കും അഹങ്കാരം ഉണ്ടായി പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അടുത്ത ദിവസം അല്ലെങ്കിൽ അതിനടുത്ത ദിവസം അല്ലെങ്കിൽ അതിനടുത്ത ദിവസം താഴ്ന്ന്, കർത്താവ് ഇതെൻ്റെ കഴിവല്ല, 10ാം ക്ലാസ് പഠിച്ചാണ്, വിക്കുണ്ട്, എനിക്കിപ്പോഴും വിക്കുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, നിങ്ങൾ വിചാരിക്കും ഇല്ലെന്ന്. എനിക്കറിയാം, സംസാരിക്കുന്നത് എനിക്കറിയാം, വിക്കുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ അഹങ്കരിക്കരുത് കേട്ടോ. അവരൊക്കെ പരിഹസിച്ചപ്പോഴും അവൻ പരിഹസിച്ചില്ല. അവന് വേണമെങ്കിൽ പരിഹസിക്കാം, എനിക്കറിയാം നിങ്ങളുടെ കാര്യം കേട്ടോ, ഞാൻ എന്തൊക്കെ ചെയ്യുന്നത് എനിക്കറിയാം, ചേട്ടച്ചാരെ പറയണ്ട, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നമ്മളങ്ങനൊക്കെ പറയില്ലേ, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, എനിക്കറിയാം പറയാൻ. മറ്റുള്ളവരെ പരിഹസിക്കുന്ന ശുശ്രൂഷ നിന്റേതല്ല, അത് അവരേറ്റെടുത്തോളട്ടെ, നിങ്ങൾ ചെയ്യാൻ പാടില്ല. അവർ യുദ്ധത്തിൽ ചെന്നു, ഗോലിയാത്ത് നിന്ന് അട്ടഹസിക്കുകയാണ്. ചേട്ടന്മാർ പറഞ്ഞു, ആഹാ 5-6 ആട്. 5-6 അല്ല കേട്ടോ, ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ പരിഹരിച്ചു, നിന്നെ കൊണ്ട് കാശില്ല, നിന്നെ 5-6 ആടിനെ ഉള്ളതുള്ള. നിന്റെ സഭയിൽ എത്ര പേരുണ്ട്? നിന്റെ സൺഡേ സ്കൂളിൽ എത്ര പേരുണ്ട്? നീ പ്രസംഗിക്കുമ്പോൾ എത്ര പേര് വരും? വിഷമിക്കേണ്ട ആവശ്യമില്ല, നീ തിരിച്ചു പറയാതെ ഇരുന്നാൽ മതി. ഹല്ലേലൂയ. ഇതാ ശൗൽ അവനെ കുന്തമെറിഞ്ഞു. ശൗൽ കുന്തമെറിഞ്ഞപ്പോൾ അവൻ അറിയാൻ കേട്ടോ. അവൻ ഒരു കല്ലെടുത്ത് എറിഞ്ഞപ്പോൾ ഗോലിയാത്തിൻ്റെ നെറ്റിക്കൊണ്ടതാണ്. അവനറിയാം കുന്തമെടുത്തിട്ട് തിരിച്ചെറിയാൻ ശൗൽ ചാവുമായിരുന്നു. തിരിച്ചു കുന്തമെറിയാത്തവൻ. എന്നെപ്പറ്റി ആളുകളൊക്കെ പറയട്ടെ, പക്ഷെ നിങ്ങൾ പറയാൻ പാടില്ല കേട്ടോ. പാപം സംഭവിച്ചപ്പോൾ പഴിചാരാതെ തെറ്റ് മനുഷ്യരോടും ദൈവത്തോടും ഏറ്റുപറയുന്നവൻ. രാജാവായി കഴിഞ്ഞപ്പോൾ ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഇനിയുണ്ടോ എന്നുള്ള ചോദിച്ചവൻ. നന്ദിയുള്ള ഹൃദയമുള്ളവൻ.
നന്ദിയുള്ള ഹൃദയമുള്ളവൻ. നമുക്ക് നന്ദി ഉണ്ടായിരിക്കണം. ദൈവത്തോട് മനുഷ്യരോട് നന്ദിയുള്ളവരായിരിക്കണം കേട്ടോ. ഈ ഗുണമുള്ളവന്റെ ദൈവിക കടാക്ഷം, ഈ ഗുണമുള്ളവന്റെ ദൈവിക കടാക്ഷം അവന്റെ മെന്ററിനും മനസ്സിലായില്ല, പ്രവാചകനും മനസ്സിലായില്ല. എന്താണ് അതിൻ്റെ? അതൊക്കെ രഹസ്യത്തിൽ ചെയ്തതാണ്. ഹല്ലേലൂയ. അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എൻ്റെ ശബ്ദം കേൾക്കുന്ന സുഹൃത്തെ, സഹോദര, സഹോദരി, നിന്റെ കഷ്ടത ദൈവം കാണുന്നുണ്ട്. നിന്റെ കണ്ണുനീര് ദൈവം കാണുന്നുണ്ട്. നിന്റെ പ്രയാസം ദൈവം കാണുന്നുണ്ട്. നിന്റെ പരിഹാസം ദൈവം കാണുന്നുണ്ട്. വിഷമിക്കണ്ട. രഹസ്യത്തിൽ കാണുന്നവനായ കർത്താവ് നിന്നെ ഉയർത്തുവാൻ ഇടയാക്കി തീർക്കട്ടെ. ഹല്ലേലൂയ. ശമൂവേൽ ചോദിച്ചു, ഇനിയും മക്കളുണ്ടോ? യിശയ്യാ പറഞ്ഞു, ഇനി ഒരുത്തരുണ്ട്, അവനെ കാശിന് കൊള്ളത്തില്ല. അവരെ ഒന്നുകൂടെ നോക്കിയാട്ടെ. അവരെ 10 പ്രാവശ്യം നോക്കിയാലും ദൈവം ആരെയെങ്കിലും തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ അടുക്ക തന്നെ നറുക്ക് വീഴും. ദൈവം ആരുടെ അവൻ്റെ കുപ്പിയിലിരുന്ന എണ്ണ, കുപ്പിയല്ല അത് ഹിന്ദി വാക്കായ പറഞ്ഞു, അവൻ്റെ കൊമ്പിനകത്തിരുന്ന എണ്ണ കുലുങ്ങിയില്ല. ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അനുഗ്രഹം നിന്റെ ചേട്ടൻ കൊണ്ടുപോകത്തില്ല. അവൻ്റെ ചേട്ടൻ കൊണ്ടുപോകത്തില്ല. വലിയ പാസ്റ്റർ കൊണ്ടുപോകത്തില്ല. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് നിനക്ക് തന്നെ കിട്ടും. ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞു, 7 പേർ ഒരുത്തനോടുണ്ട്, അവൻ ആട്ടിനെ തീറ്റുകയാണ്. ഹല്ലേലൂയ. പറഞ്ഞു, ആളയച്ച് അവനെ വരുത്തുക, അവൻ വന്നിട്ടല്ല നമ്പന്തിക്കിരിക്കില്ല. കണ്ടോ, ദൈവത്തിനൊരു സമയമുണ്ട്, ദൈവത്തിനൊരു കണക്കുണ്ട്, ദൈവത്തിനൊരു വ്യക്തിയെ നോട്ടമുണ്ട്. ഹല്ലേലൂയ. അവന് വിശന്നു. അവൻ പറഞ്ഞു, എനിക്ക് വിശന്നു, ഞാൻ ദീർഘദൂരം നടന്നു വന്നതാ, ഇവിടെ വന്നിട്ട് നേരം കുറേയായി. ശരിയാണ്. പക്ഷേ ശമൂവേലിന്റെ അതിപ്രധാനം ദൈവം ഏൽപ്പിച്ച വേല ചെയ്യണം. ഞാനും നീയും നമ്മുടെ ശരീരം എന്തെല്ലാം പറഞ്ഞാലും, നമ്മുടെ ജഡം എന്തെല്ലാം പറഞ്ഞാലും, നമ്മുടെ മനസ്സെന്തെല്ലാം പറഞ്ഞാലും, ഹല്ലേലൂയ, ദൈവം ഏൽപ്പിച്ച വേല മാത്രം ചെയ്യുന്നവരായിരിക്കും. ഞാനിവിടെ പിടിച്ചു നിർത്താൻ നിർബന്ധിതനാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച തുടരുന്നതായിരിക്കും.